പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ 3 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായി എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് രാജ്യം. ഒമാൻ തീരത്ത് എണ്ണക്കപ്പലിന് നേരെ നടന്ന US മിസൈൽ ആക്രമണത്തിലാണ് മരണങ്ങൾ ഉണ്ടായത്. 24 ഇന്ത്യക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇറാനുമേൽ ട്രംപിന്റെ ഭീഷണി ഉയർന്നതിന് പിന്നാലെയാണ് അമേരിക്ക ആക്രമണം ശക്തമാക്കിയത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടക്കുന്നുണ്ട്. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി അടച്ചിട്ടാണ് ഇറാന്റെ പ്രതികരണം. ഇതുവഴി ഒരു കപ്പലും കടത്തിവിടില്ലെന്നും സഞ്ചരിച്ചാൽ അത് ശത്രുവിനെ സഹായിക്കുന്നതായി കണക്കാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യക്കാരെ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. 24 പേരിൽ 21 പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. 3 മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുമായുള്ള ബന്ധം പോലും മോശമാകുന്ന സാഹചര്യം ഉണ്ടാക്കാനിടയുള്ള സംഭവമാണ്. എന്താണ് ഇതിൻ്റെ തുടർ നീക്കങ്ങൾ? പശ്ചിമേഷ്യയുടെ പൊതുസ്ഥിതി എന്താണ്? ഇപ്പോൾ ഇന്ത്യക്കാരായ 3 പേർക്ക് ജീവൻ നഷ്ടമായതായ വിവരമാണ് പുറത്തു വരുന്നത്. 24 പേരാണ് കപ്പലിൽ ജീവനക്കാരായി ഉണ്ടായിരുന്നത്. സെറ്റബെല്ലോ എന്ന ഈ കപ്പലിൽ ഉണ്ടായിരുന്നവർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. 3 പേരെ കാണാതായി എന്നുള്ള വിവരങ്ങൾ ആദ്യം വന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്ഥിരീകരണമാണ് ഈ 3 പേരും മരിച്ചു എന്നത്. ഒരുപക്ഷെ ഇത് ഇന്ത്യക്കാരാണ് എന്ന നിലയ്ക്കുള്ള ഒരു ആക്രമണമായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു നിലയുണ്ട്. ഇറാനും അമേരിക്കയും പ്രത്യാക്രമണം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റിയിട്ടുണ്ട്. അവരുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ആദ്യം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വെടിവെച്ചിടുന്നു. അതിന് പിന്നാലെയാണ് ഇറാൻ്റെ നഗരങ്ങളിലേക്കുള്ള ആക്രമണം ഉണ്ടാകുന്നത്. ബന്ദർ അബ്ബാസ് ഉൾപ്പെടെ തുറമുഖങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നു. ഇത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നു. തിരിച്ചടി ഉണ്ടാകുമെന്ന ഇറാൻ്റെ വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കുവൈറ്റിൽ ഇപ്പോൾ വ്യോമഗതാഗതം അവസാനിപ്പിച്ചിട്ടുണ്ട്. കുവൈറ്റിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ്റെ ആക്രമണമുണ്ടായി. ഒരുപക്ഷെ അത് വരും മണിക്കൂറുകളിൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളെയും സമവായത്തിൻ്റെ ഒരു പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ സമാധാന കരാർ അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ ഒരു 60 ദിവസത്തേക്ക് കൂടി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. ഇതിന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുകയും ഈ തരത്തിൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നു. ഹോർമൂസ് പൂർണ്ണമായി അടച്ചുകൊണ്ടാണ് ഇറാൻ്റെ പ്രതികാരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കപ്പലും കടത്തിവിടില്ല എന്ന പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇത് സ്വാഭാവികമായും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർത്തുന്നതിന് കാരണമാകും. നേരത്തെ $83 വരെ ബാരലിന് ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ 95-ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നതും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അടുത്തിടെയാണ് നമ്മുടെ രാജ്യത്ത് തന്നെ 3 തവണയായി പാചകവാതക സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചത്. അത് ഗാർഹിക സിലിണ്ടറുകൾക്കും വ്യാവസായിക സിലിണ്ടറുകൾക്കും ഒക്കെ തന്നെ വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും CNGയുടെയും വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. എണ്ണ കമ്പനികൾ നഷ്ടത്തിലാണെന്ന വിശദീകരണമാണ് നേരത്തെ പുറത്തു വന്നതും. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം അതീവ സങ്കീർണമാണ്. ഒരുപക്ഷെ ചർച്ചകളിലൂടെ സമാധാനത്തിൻ്റെ വഴിയിൽ ഒരിക്കൽ കൂടി എത്തും എന്നുള്ള പ്രത്യാശ കൂടി വെച്ച് പുലർത്തുന്നുണ്ട്. സൈത്ത്, പശ്ചിമേഷ്യൻ സാഹചര്യം അങ്ങനെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.